5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ ഈ കേരളം പ്രത്യേകിച്ച് ആഘോഷിക്കുന്ന ഒരു വിഷയമാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുവാൻ മഹാത്മാഗാന്ധി വന്നതിൻ്റെ 100-ാം വർഷം. ഈ ആഘോഷ പരിപാടി നടക്കുമ്പോൾ ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറുന്നത് തന്നെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷമാണ്. കാരണം ഗാന്ധി ഇവിടെ വരുമ്പോൾ ഗാന്ധിയുടെ മനസ്സിൽ ജാതി ഉണ്ടായിരുന്നു. ഗുരുവിനെ കാണുമ്പോൾ സംസാരം തുടങ്ങുന്നത് തന്നെ ഗുരുവിന് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഗുരു മറുപടിയായി പറഞ്ഞു, ഗാന്ധിക്ക് സംസ്കൃതം അറിയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അറിയാമോ എന്ന ചോദ്യവും അറിയില്ല എന്ന മറുപടിയും ഗാന്ധിയിൽ നിന്നാണ് വന്നത്. അത് കഴിഞ്ഞുള്ള അവരുടെ ചർച്ചയ്ക്കിടയിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു കാര്യം, ഗാന്ധി ഗുരുവിനോട് ചോദിച്ചു, ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നത്, മാവിൻ്റെ ചുവട്ടിൽ അവർ സംസാരിക്കുന്നത്, ഈ മാവിലെ ഇലകൾ പലതും പല രീതിയിലല്ലേ കാണുന്നത്, പല രൂപത്തിലല്ലേ കാണുന്നത്. അപ്പോൾ ഗുരു മറുപടിയായി പറഞ്ഞത്, പല രൂപമാണെങ്കിലും അതിൻ്റെ രസം ഒന്ന് തന്നെയാണ്, അടുത്ത് പിഴിഞ്ഞാൽ ലഭിക്കുന്ന രസം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യർ പല രൂപം തോന്നിയാലും എല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന് ഗാന്ധിയോട് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഗുരു ചെയ്തത്. ഇതൊരു വലിയ ചരിത്ര സംഭവമാണ്. അങ്ങനെയാണ് ഗാന്ധി അവിടെ 2 ദിവസം തങ്ങുകയും വീണ്ടും ശിവഗിരിയിൽ വന്നത്. ഗുരുവിന് ശേഷമാണ് വരുന്നത്. പക്ഷേ ഗാന്ധി ഇവിടെ നിന്ന് പോകുമ്പോൾ വന്ന ഗാന്ധിയല്ല പോകുന്ന ഗാന്ധി. ഗാന്ധി വന്ന ഗാന്ധി ഉള്ളിൽ യാഥാസ്ഥിതിക മനോഭാവമായി ജാതി ചിന്തയുമായിട്ടൊക്കെ വന്ന ഗാന്ധി മടങ്ങിപ്പോകുന്നത് ജാതി ഉപേക്ഷിച്ച് അഹിംസയുടെ മാർഗം സ്വീകരിച്ച്, സമ്പൂർണ്ണമായി അഹിംസയുടെ മാർഗം സ്വീകരിച്ചാണ് പോകുന്നത്. കാരണം ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ സ്വാധീനമാണ്. അതുപോലെ ഒരു വലിയ സംഭവമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ കവടിയാറിൽ ഉപ്പട്ടാമ്പള വീട്ടിൽ 1893 ഡിസംബർ 15-ാം തീയതി അവിടെ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പേരൂർക്കടയിലെ PS നടരാജപിള്ളയുടെ അച്ഛനെ കാണുവാൻ MA സുന്ദരംപിള്ള, അദ്ദേഹം വളരെ വലിയ പണ്ഡിതനായ ആളാണ്. ഡോക്ടർ MA സുന്ദരംപിള്ളയെ കാണാൻ പോയിട്ട് സ്വാമി വിവേകാനന്ദൻ മടങ്ങി വരികയായിരുന്നു ഒരു വലിയ വണ്ടിയിൽ. വരുമ്പോൾ അവിടെ കവടിയാറിൽ ഇൻകം ടാക്സ് കമ്മീഷൻ ഓഫീസ് കിടക്കുന്ന സ്ഥലത്താണ് പഴയ ഉപ്പട്ടാമ്പള വീട്. ആ വീട്ടിൻ്റെ മുൻവശത്ത് ഒരു വലിയ ആൾക്കൂട്ടം കണ്ട് ആ വില്ലുവണ്ടി അവിടെ നിർത്തി സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, എന്താ കാര്യം തിരക്കിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ വീട്ടിൽ വിശ്രമിക്കുന്നു എന്നറിഞ്ഞു. അദ്ദേഹം ആ ഗേറ്റിൻ്റെ മുൻവശത്ത് കുറച്ച് സമയം ചെന്ന ശേഷം ഗുരു ആ വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. തലപ്പാവ് അഴിച്ചു മാറ്റി നേരെ നടന്നു ചെന്നു. അപ്പോൾ ഗുരു ക്ഷണിച്ചു ഇരിക്കാൻ ആ വീട്ടിലെ കാരണവരായ കൊച്ചുരാമ വൈദ്യർ കസേര പിടിച്ചിട്ട് കൊടുത്തു. സ്വാമി വിവേകാനന്ദൻ ആ കസേര ഇരുന്നു. അവിടുന്ന് ഗുരുവുമായി സംസാരിച്ചു. ദീർഘനേരം സംസാരിച്ചു. 3 മണിക്കൂറോളം അവിടെ സമയം ചെലവഴിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠയും അതിനുണ്ട് തുറന്നതായ പശ്ചാത്തലവും, ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിസന്ധിയും സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും മതപരവും ജാതിപരവുമായുള്ള വ്യത്യാസങ്ങളും ഇത് മാറേണ്ടതിൻ്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ സ്വാമി വിവേകാനന്ദനുമായിട്ട് അവിടെ ഇരുന്ന് ഗുരുദേവൻ സംസാരിക്കാനുണ്ടായത്. ഇത് കഴിഞ്ഞാണ് സ്വാമി വിവേകാനന്ദൻ മധുര വഴി മൈസൂറിലേക്ക് പോകുന്നത്. ആ മൈസൂരിൽ ചെന്നാണ് അവിടെ വെച്ച് ഡോക്ടർ പൽപ്പുവിനെ കാണുകയാണ്. അപ്പോൾ പൽപ്പു കേരളത്തിലെ സാമൂഹിക ദുരാചാരങ്ങളെക്കുറിച്ച് വളരെ ഈ ആവേശഭരിതനായി സ്വാമി വിവേകാനന്ദനോട് സംസാരിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇത് മാറ്റാൻ വേണ്ടി നിങ്ങൾ സംഘടിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു യോഗിയെ മുൻനിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകൂ.
ഈ വിധത്തിൽ ഗുരുവിനെക്കുറിച്ച് ഡോക്ടർ പൽപ്പുവിനോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതനുസരിച്ച് കേട്ടുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു പിൽക്കാലത്ത് ഇവിടേക്ക് മടങ്ങി വന്ന് ഗുരുവിനെ കാണുന്നത്. ഈ സ്വാമി വിവേകാനന്ദന് മൈസൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പു കാണുമ്പോൾ ചിക്കാഗോയിൽ നടക്കുന്ന സർവമത സമ്മേളനത്തെക്കുറിച്ച് ഡോക്ടർ പൽപ്പുവിനും അറിയാം, സ്വാമി വിവേകാനന്ദനും അറിയാം. പക്ഷേ സ്വാമി വിവേകാനന്ദന് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായി അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഈ എങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പൽപ്പുവാണ് ചിക്കാഗോയിൽ പോകുവാനുള്ള ടിക്കറ്റും മറ്റെല്ലാ സൗകര്യവും സ്വാമി വിവേകാനന്ദന് ചെയ്തു കൊടുത്തത്. ചിക്കാഗോയിൽ പോയി ആ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ ശ്രദ്ധേയനായി മാറിയത്, ലോക ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വന്ന് ഗുരുവിനെ കാണുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദൻ വളരെ ശ്രദ്ധേയനായ പ്രഗത്ഭനായ ഒരു ആളായിരുന്നില്ല. ഒരു ഭിക്ഷു, ഒരു സന്യാസി, ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സന്യാസി മാത്രമായിരുന്നു സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നിന്ന് കാണുമ്പോൾ. ആ കെട്ടിടവും ആ ഭൂപ്രദേശവും പിൽക്കാലത്ത് കൊട്ടാരം ഏറ്റെടുത്തു. കവടിയാർ കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടി ഏതാണ്ട് 11.5 ഏക്കർ സ്ഥലം ഈ ഉപ്പിട്ടാമ്പള കുടുംബത്തിൻ്റെതടക്കം ഏറ്റെടുത്താണ് 100 ഏക്കർ സ്ഥലം അവർ ഇവിടെ സ്വരൂപിച്ചത്. അങ്ങനെ ഈ കൊട്ടാരം ഏറ്റെടുത്തപ്പോൾ ഈ ഉപ്പിട്ടാമ്പള കുടുംബത്തിൻ്റെ ആളുകൾ ഇവിടെ നിന്ന് മറ്റ് പലയിടങ്ങളിലേക്ക് പോയി. പ്രധാനമായും പേരൂർക്കടയിൽ വഴയില ഭാഗത്തേക്ക് കൊച്ചിരാമ വൈദ്യർ താമസം മാറുകയും അവിടെ അദ്ദേഹം ഒരു വലിയ മാളിക പണിത് അങ്ങോട്ട് താമസം മാറുകയും അവിടെ ഒരു പുതിയ പുരയിടം വാങ്ങി, പുത്തമ്പള എന്ന് പറയുന്ന ഒരു പുതിയ പുരയിടം വാങ്ങി അവിടെ വാസമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ശേഷക്കാർക്കുമൊക്കെ തന്നെ ആ ഭൂപ്രദേശത്ത് ധാരാളം ഭൂമി വാങ്ങി നൽകുകയൊക്കെ ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഈ ചരിത്രം വെളിച്ചത്തിൽ വരാതെ പോയത്. കാരണം ഈ വീടും പുരയിടമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇവിടെ നിന്ന് താമസിക്കുന്ന ആളുകൾ മാറിപ്പോയി. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും കണ്ട വിവരം, ആ ചരിത്ര സത്യം പലർക്കും അറിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. കാരണം പലരും പറയും സ്വാമി വിവേകാനന്ദൻ്റെ ആത്മകഥയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള പലയിടങ്ങളിലും ഇതൊന്നും പ്രതിപാദിച്ച് കണ്ടിട്ടില്ല എന്ന്. ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ സ്വന്തം ആത്മകഥ, സ്വാമി വിവേകാനന്ദൻ്റെ എല്ലാം ഈ വിശദമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു ആത്മകഥ അദ്ദേഹത്താൽ എഴുതപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം നടന്ന സിസ്റ്റർ നിവേദിതയെ പോലുള്ള ആളുകൾ പിന്നീടാണ് എഴുതിയത്. അത് ചിക്കാഗോയിലെ പര്യടനത്തിന് ശേഷമാണ്, പിന്നീടാണ് സിസ്റ്റർ നിവേദിത അടക്കമുള്ള ആളുകൾ സ്വാമി വിവേകാനന്ദൻ്റെ കൂടെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത്. പലരും ഈ ഉപ്പിട്ടാമ്പള ചരിത്രം ഈ വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയത് കവടിയാർ ഉപ്പിട്ടാമ്പള വീട്ടിൽ വെച്ചാണ്.